ഇതാണ് വടിവാള് വീശുന്ന കത്തി വീശിയൊക്കെയാണ് പരിപാടി. പോലീസുകാരെ പറഞ്ഞ് കേൾക്കണ്ട, അവിടെ എത്ര കിലോ കുഴപ്പമെന്ന് പോലീസുകാരെ പറഞ്ഞ് ഇത്രയും പേരെ നേരൊക്കെയാണ് കത്തി വീശിയേക്കണത്. അങ്ങനെ വിടുന്ന കേസല്ലേ, അങ്ങനെ ഇത്ര വാക്ക് ചെയ്യട്ടോ, അങ്ങനെ വിടുന്ന കേസൊന്നുമല്ല. പോലീസുകാരന് എങ്ങനെയുണ്ട്? അങ്ങനെ വിടുന്ന കേസല്ലേ, എല്ലാവരും വാക്ക് ചെയ്യട്ടോ. வாக்குப்பதிவு முடிந்து மாலையில் தான் பிரச்சனை உருவாகியுள்ளது. கஜானா பறையில் வைத்து ஒரு பிரிவு சிபிஎம் தொண்டர்கள் ரோயை தடை செய்து கத்தி உட்பட உள்ள ஆயுதங்களை ഉപയോഗിച്ച് താക്കിയുള്ളதாக പുകാറിൽ കൂറപ്പെട്ടുള്ളത്. അവിടെ നിന്ന് മറ്റുള്ളവർ രണ്ടുപേരുണ്ടായിരുന്നു, അവർ പിടിച്ചു മാറ്റാൻ നോക്കിയവരെ. അതായത് നല്ല ആദ്യത്തെ ആ ഇതിൽ വീണുപോയി. ചതവ് പറ്റിയിട്ടുണ്ട് മർദ്ദനത്തിൽ, നല്ല രീതിയിൽ ചതവുണ്ട്. തലയ്ക്ക് നല്ല ഇതാണ്, തലക്കെട്ടാണ് ഇരി കൂടുതൽ. വേറെ നമ്മുടെ പാർട്ടിക്കാർ വന്ന് പിടിച്ചു മാറ്റി ചെയ്യുകയാണ്. അവരെ പിടിച്ചു മാറ്റി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞിട്ട് അവരവിടെ ഉണ്ടായിരുന്നു. ബാക്കി എന്നാ നല്ലതെന്ന് എനിക്കറിയില്ല. നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണോ? നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. കാരണം വടിവാളുമായിട്ട് പിന്നെ ഒരു ഇലക്ഷൻ കഴിയുന്ന സമയത്ത് അത് കത്തിച്ചതിൻ്റെ വിരോധത്തിൻ്റെ പേരിൽ അത് മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് റോയിയെ കമ്പിവടിയുണ്ട്, വടിവാളുണ്ട്, എല്ലാം വെച്ചിട്ടാണ് ഈ ഉപദ്രവം നടത്തിയിട്ടുള്ളത്. തലയ്ക്ക് പരിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ പോലീസ് എടുത്തിട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിയമപരമായ നടപടികൾ സ്വീകരിച്ച് അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കുവാനുള്ള ഏർപ്പാട് പോലീസിന്റെ ഭാഗത്തുണ്ടാകണം എന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായം. கடந்த தினம் எல்டிஎஃபின் தேர்தல் அறிக்கையை தீ வைத்ததாக கூறி தாக்குதல் நடத்ததாக காங்கிரஸ் புகார் தெரிவித்துள்ளது. தாக்குதலில் காயமடைந்த ரோய் ராஜாக்காட்டில் தனியார் மருத்துவமனையில் அனுமதிக்கப்பட்டுள்ளார். அவர் தற்போது சிகிச்சையில் உள்ளார். சம்பவத்தில் ராஜாக்காடு காவலர்கள் வழக்கு பதிவு செய்து விசாரணை தொடங்கியுள்ளனர். அரசியல் முன்பகையின் பேரில் வாக்குப்பதிவு தினம் நடத்தப்பட்ட தாக்குதல் மக்களாட்சிக்கு எதிரானது என்று காங்கிரஸ் தலைமை தெரிவித்துள்ளது. நியூஸ் பியூரோ, ராஜகுமாரி.